മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സൂറത്ത് യാസീനിലെ 16-ാമത്തെ ആയത്തിൻ്റെ വിശദീകരണമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 17-ാമത്തെ ആയത്തിൻ്റെ വിശദീകരണമാണ് പറഞ്ഞു വരുന്നത്. 16, 17 നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ബലാഗുൽ മുബീൻ എന്താണ് എന്നതാണ് നമ്മൾ പഠിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലാണ്. റസൂൽ എന്ന് പറഞ്ഞാൽ റിസാലത്തുള്ള വ്യക്തിയാണ്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ മെസ്സേജ്, സന്ദേശം. നമ്മളെ സൃഷ്ടിച്ച റബ്ബിൽ നിന്ന് നമ്മളെങ്ങനെ ജീവിക്കണമെന്നതിൻ്റെ നമ്മുടെ വിശ്വാസം, നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ അനുഷ്ഠാനങ്ങൾ, നമ്മുടെ ഇടപാടുകൾ, നമ്മുടെ സ്വഭാവം, സംസാരം, വാക്ക്, കുടുംബം ഒക്കെ എങ്ങനെ ആകണം എന്നതിന് വ്യക്തമായ നിർദ്ദേശം നൽകുകയാണ് റിസാലത്ത്. അപ്പം അത് ആദ്യകാലം മുതലേ എല്ലാ സമൂഹത്തിലേക്കും, മനുഷ്യ സമൂഹത്തിലേക്കും അള്ളാഹു തിരഞ്ഞെടുത്ത വ്യക്തികളെ റിസാലത്ത് നൽകി അയച്ചിട്ടുണ്ട്. ആ ചരിത്രം പറയുമ്പോൾ സൂറത്ത് യാസീനിൽ ഒരു പ്രദേശത്തേക്ക് ഒരേ സമയത്ത് 3 പ്രവാചകന്മാരെ നിയോഗിച്ചു, മുർസലീങ്ങളെ. 2 ആളെ പറഞ്ഞയച്ചു, 3-മതൊരാളെ അവർക്ക് ശക്തി നൽകാൻ വേണ്ടി പറഞ്ഞയച്ചു. അപ്പോൾ ആ പ്രവാചകന്മാർ ആ സന്ദേശം ജനങ്ങളോട് പറഞ്ഞപ്പോൾ ജനങ്ങളുടെ പ്രതികരണം വളരെ മോശമായിരുന്നു. മുൻഗാമികളായ ആളുകളോടൊക്കെ പ്രവാചകന്മാരോട് അംഗീകരിക്കാത്ത നിഷേധികളായ ആളുകൾ എന്താണോ പറഞ്ഞത് അത് തന്നെ ഇവരോടും പറഞ്ഞു. ആ സമയത്ത് ഈ പ്രവാചകന്മാർ പറഞ്ഞ മറുപടി, ഞങ്ങൾ പറയുന്ന കാര്യം ആത്മാർത്ഥമായിട്ടാണ്, സത്യസന്ധമായിട്ടാണ്, ഞങ്ങളെ ഏൽപ്പിച്ച ദൗത്യം ഞങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നു. ഇതാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. നമ്മൾ പറഞ്ഞ ആയത്തുകൾ അതാണ്. ഞങ്ങളുടെ റബ്ബിനറിയാം, ഞങ്ങൾ ഈ റിസാലത്തുമായി വന്ന ആളുകളാണ്, അതാണ് മുർസൽ എന്ന് പറഞ്ഞാൽ. ഞങ്ങൾ മുർസലീങ്ങളാണെന്ന് ഞങ്ങളെ റബ്ബിനറിയാം. ഞങ്ങളെ മേൽ ബാധ്യത ഇല്ലൽ ബലാഗുൽ മുബീൻ, വ്യക്തമായി എത്തിച്ചു തരൽ മാത്രമാണ്. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞു. എന്താണ് എത്തിച്ചു കൊടുക്കേണ്ട കാര്യം, എന്താണ്? ഇത് ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ ജീവിച്ചൊരു സമൂഹത്തിൻ്റെ ചരിത്രമാണ് പറയുന്നത്. ആ സമൂഹത്തിലേക്ക് ഒരു ഗ്രാമം, ഒരു കറിയത്ത്, ആ ഗ്രാമത്തിലേക്ക് നിയോഗിച്ച പ്രവാചകന്മാരെ ചരിത്രം നമുക്കല്ല പറഞ്ഞു തരുന്നത്, നമുക്ക് ചില കാര്യങ്ങൾ ഉൾക്കൊള്ളാനാണ്. അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്, ഇപ്പോൾ എനിക്ക് കുറച്ച് ആയത്തുകളൊക്കെ കേൾപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ കേൾപ്പിക്കാൻ ഇപ്പോൾ നമുക്ക് അസൗകര്യമുണ്ട്, നിങ്ങൾക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. ആരോഗ്യപരമായ പ്രശ്നങ്ങളും നിങ്ങൾക്കറിയാം. ഇരുന്ന് ക്ലാസ് എടുക്കുന്നത് എന്തുകൊണ്ടാണെന്നും അറിയാം. എൻ്റെ സൗണ്ടിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം. അപ്പം അതുകൊണ്ട് ഞാൻ ആ വിഷയം ബാക്കിയുള്ള അതുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള ആയത്തുകളും വിഷയങ്ങളും ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇതുമായി ബന്ധപ്പെട്ടത് തന്നെ, എന്നാൽ നമുക്കതിൻ്റെ ഇടയിലൊന്ന് വിട്ടുപോയൊരു കാര്യമുണ്ട്. അത് മാത്രം ഒന്ന് സൂചിപ്പിച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ബലിപെരുന്നാൾ നമ്മളെ MES സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് ഖുത്ബ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, തെക്ബീർ, നമ്മൾ മുഴക്കുന്ന തെക്ബീർ, ആ തെക്ബീർ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ആ തെക്ബീറിനെ ശരിക്കും പഠിപ്പിച്ചിട്ടുണ്ട്. ആ തെക്ബീർ ഒരു പ്രതിജ്ഞയാണ്. അത് പെരുന്നാൾക്ക് മാത്രം ചെല്ലേണ്ട ഒരു കാര്യമല്ല. തെക്ബീർ രണ്ട് പെരുന്നാൾക്ക് മാത്രം ചെല്ലേണ്ട ഒരു കാര്യമല്ല. ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും പല ഘട്ടങ്ങളിലും തെക്ബീർ ഉണ്ട്. അപ്പോൾ ആ തെക്ബീർ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഒരു വലിയ സന്ദേശം നമുക്ക് എത്തിച്ചു തരുന്നു. പ്രവാചകന്മാരൊക്കെ എത്തിച്ചു തരുന്ന സന്ദേശം തന്നെയാണ്. അത് നമ്മൾ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് തെക്ബീർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് ഖുർആനിൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതൊന്ന് ഖുർആനിൽ കാണണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ അത് നമുക്കൊന്ന് ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ്സിൽ ഞാനത് കാണിക്കാം. നിങ്ങൾ സൂറത്ത് ബനു ഇസ്രായിൽ മറിക്കുക. സൂറത്തുൽ ഇസ്രാ 17-ാം അധ്യായം.
അതിലെ 105 മുതൽ 111 വരെയുള്ള ആയത്തുകൾ ഒന്ന് നോക്കുക. അതിൻ്റെ അർത്ഥം പറഞ്ഞാൽ നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. 105 മുതൽ 111 വരെയുള്ള ആയത്തുകൾ. അപ്പം അതിന് മുമ്പ്, അത് ഓതുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട്, കഴിഞ്ഞ ക്ലാസ്സിൽ പങ്കെടുത്ത ആൾക്കാരോട് ആണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നമ്മൾ ഈ ബലാഗ്, വ്യക്തമായ ബലാഗാണ്, എത്തിച്ചു കൊടുക്കലാണെന്ന് പറഞ്ഞു. എന്താണ് ആ ബലാഗ് എന്നാണ് നമ്മൾ പറഞ്ഞത്? അൽ മുബീൻ എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്? ഖുർആനാണ്. അൽ മുബീൻ, അതിന് വേറൊരു വാക്കാണ് ബയ്യന. ഖുർആനിന് വേണ്ടി ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ, മറ്റൊരു പേര് പറയൂ, നിങ്ങൾക്ക് അറിഞ്ഞൊരു പേര് പറഞ്ഞോളി. ഫുർഖാൻ. ഖുർആൻ ഫുർഖാൻ. പിന്നെ ദിക്ർ. പിന്നെ പറഞ്ഞോളൂ. ഹുദ. പിന്നെ ഇനിയുണ്ട് നൂറ്. പിന്നെ നൂറ്. പിന്നെ പറഞ്ഞോളൂ. ഇനിയുണ്ട്, ഒരുപാട് പേരുകൾ ഖുർആനുണ്ട്. ബുർഹാൻ ഒരു പേരാണ്. അതിൽപ്പെട്ടൊരു പേരാണ് അൽ ബയ്യിന. ലം യകുനില്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീന മുൻഫക്കീന ഹത്താ തഅതിയഹുമുൽ ബയ്യിന. എന്താ മുൻഫക്കീന എന്ന് പറഞ്ഞാൽ? ലം യകുനില്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീന, വേദഗ്രന്ഥക്കാരിലെ കാഫിറുകളും മുശ്രിക്കീങ്ങളും മുൻഫക്കീന, വേർപിരിഞ്ഞു പോയിട്ടില്ല. മുൻഫക്കി എന്ന് പറഞ്ഞാൽ വേർതിരിഞ്ഞു പോവുക. മുൻഫക്കീന ഹത്താ ഏതുവരെ? തഅതിയഹും അവർക്ക് വന്നെത്തുന്നത് വരെ. അൽ ബയ്യിന വന്നെത്തുന്നത് വരെ. അൽ ബയ്യിന ഖുർആനാണ്. വേറെ അതിൽ ഇനി ഒരു ശേഷവും ഒരു തവണ കൂടി അൽ ബയ്യിന പറയുന്നുണ്ട്. പറഞ്ഞ മനസ്സിലായില്ലേ? ഈ അൽ ബയ്യിന എന്ന വാക്ക്, മുബീൻ എന്ന വാക്ക് ബയാൻ, അറിയാലോ? ബയ്യന, ബാന, വ്യക്തമാക്കുക, ലഹറ, ഈ വാക്കുകളൊക്കെ പര്യായ പദങ്ങളായി ഒരേ അർത്ഥത്തിൽ വരുന്ന വാക്കുകളാണ്. അപ്പൊ വ്യക്തമായ ബലാഗ് എന്ന് പറഞ്ഞത് ഏതാണ്? ഖുർആനാണ്. ആ ഖുർആൻ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക. മറ്റ് പ്രവാചകന്മാര് സന്ദേശം അവർക്കുള്ള റിസാലത്ത് എത്തിച്ചു കൊടുക്കുക. അപ്പൊ ഇവിടെ ഈ നാട്ടിലേക്ക് നിയോഗിച്ച പ്രവാചകന്മാർക്ക് അള്ളാഹു കൊടുത്ത റിസാലത്തുണ്ട്. ആ റിസാലത്ത് അതൊരു ഏടാകാം, സുഹുഫാകാം, ഏടുകളാകാം, അല്ലെങ്കിൽ കിതാബുകളാകാം. ഏതാന്നുള്ളത് പറഞ്ഞിട്ട് പേര് പറഞ്ഞിട്ടില്ല. ഏതായിരുന്നാലും അവർക്ക് ഒരു റിസാലത്ത് ഉണ്ട്. ആ റിസാലത്ത് അവർക്ക് അപ്പൊ ഇത് നിങ്ങൾക്ക് എത്തിച്ചു തരൽ മാത്രമാണ് ഞങ്ങളെ ബാധ്യത. അപ്പോ നമ്മുടെ ഒക്കെ ഒരു ബാധ്യത ഉണ്ട്. എന്താണ്? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം പറഞ്ഞു, ഇനി നബിമാരില്ല, ഇനി ഒരു പ്രവാചകനില്ല. പക്ഷെ റിസാലത്തുണ്ട്, ബലാഗുണ്ട്. അത് ഖിയാമത്ത് നാൾ വരെ നടക്കണം. ആരാ ചെയ്യേണ്ടത്? പരസ്പരം നമ്മളെല്ലാവരും ചെയ്യണം. എല്ലാവരും ചെയ്യണം. പരസ്പരം എല്ലാവരും ഈ ബലാഗ് ചെയ്യണം. ഇല്ല എങ്കിൽ നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടും. നിർബന്ധമാണ്, എത്തിച്ചു കൊടുക്കൽ നിർബന്ധമാണ് ആ ബലാഗ്. അപ്പൊ എത്തിച്ചു കൊടുക്കേണ്ട സംഗതി എന്താണ്? ഖുർആനാണ്. അപ്പൊ അതിനെ വിശദീകരിക്കുന്ന ആയത്ത് കൂടിയാണ് ഈ തക്ബീറിനെ വിശദീകരിക്കുന്ന ആയത്തുകൾ. അതാണ് നിങ്ങൾക്ക് പിന്നെ ഈ സൂറത്തിലെ 105-ാമത്തെ ആയത്ത് മുതൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയാം. وبالحق أنزلناه وبالحق نزل وما أرسلناك إلا مبشرا ونذيرا وقرآنا فرقناه لتقرأه على الناس على مكث ونزلناه تنزيلا قل آمنوا به أو لا تؤمنوا إن الذين أوتوا العلم من قبله إذا يتلى عليهم يخرون للأذقان سجدا
ويقولون سبحان ربنا إن كان وعد ربنا لمفعولا ويخرون للأذقان يبكون ويزيدهم خشوعا قل ادعوا الله أو ادعوا الرحمن أيما تدعوا فله الأسماء الحسنى ولا تجهر بصلاتك ولا تخافت بها وابتغ بين ذلك سبيلا وقل الحمد لله الذي لم يتخذ ولدا ولم يكن له شريك في الملك ولم يكن له ولي من الذل وكبره تكبيرا. ഒരാൾ നിസ്കരിക്കുകയാണ്, 2 റക്അത്താവട്ടെ അതിലധികമാകട്ടെ, ഈ നമസ്കാരത്തിൽ നമ്മൾ പെരുന്നാളിൽ ചൊല്ലിയ തക്ബീർ കടന്നു വരുന്നുണ്ട്. തക്ബീറിൻ്റെ പല ഭാഗങ്ങൾ കടന്നു വരുന്നുണ്ട് എല്ലാ നിസ്കാരത്തിലും. ഇത് ഓരോന്നും ഖുർആനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം അതുകൊണ്ട് ഈ ആയത്തിൻ്റെ തുടക്കം നോക്കി ഞാനത് പെട്ടെന്ന് അർത്ഥം പറയാം, ശ്രദ്ധിച്ചോളി. ഒന്നാമത്തത് നമ്മൾ ആദ്യ ഓതിയ ആയത്ത് ശ്രദ്ധിക്കാം. വബിൽ ഹക്കി അൻസൽനാഹു, സത്യത്തോടു കൂടിയാണ് നാം അത് അവതരിപ്പിച്ചത്. ഏത്? ഖുർആൻ. വബിൽ ഹക്കി നസല, സത്യത്തോടു കൂടി തന്നെ അത് അവതരിക്കുകയും ചെയ്തിരിക്കുന്നു. എന്താണ് അങ്ങനെ പറയാൻ കാരണം? രണ്ട് ഒരേ ആശയം അല്ല പറഞ്ഞു. ഒന്ന്, ഇറങ്ങിയത് സത്യമാണ്. 2, സത്യമാണ് എന്ന് ബോധ്യപ്പെടണം. ബോധ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്നൊരു സംഗതി ഉണ്ട്. 1, സത്യമാണ് ഇറങ്ങിയത്. 2, ഇത് സത്യമാണെന്ന് ബോധ്യപ്പെടണം. ബോധ്യപ്പെടുമ്പോൾ ചില മാറ്റങ്ങൾ ഉണ്ടാകും. മനുഷ്യൻ്റെ കണ്ണുകൊണ്ട് കാണുമ്പോൾ ചില മാറ്റം മനുഷ്യനുണ്ടാകും. ആ മാറ്റം ഞാൻ ഇൻഷാ അല്ലാഹ് ഈ ആയത്തിൻ്റെ അവസാന ഭാഗത്ത് കാണിച്ചു തരാം. ഒരു ഉദാഹരണം പറയാം. എടക്കര നിങ്ങൾക്ക് അറിയാലോ, നിലമ്പൂർ ആ ഭാഗത്ത് എപ്പോഴും പുലിനെ കാണും, കടുവനെ കാണും. അപ്പൊ എടക്കരയിൽ പുലിയുണ്ട്, കടുവയുണ്ട് എന്ന വാർത്ത നമ്മൾ കേൾക്കാൻ അറിയാണ്. അപ്പൊ നമുക്ക് എന്തുണ്ട്? ഒരു പേടിയുണ്ട്. വയനാട് പുലി ഇറങ്ങിയെന്ന് നമ്മൾ കേൾക്കാണ്. നമ്മളെ ഉള്ളിലൊരു പേടി കേട്ടപ്പോൾ തന്നെ ഉണ്ട് അല്ലേ? വയനാട് പോയി നമ്മൾ റിസോർട്ട് എടുത്ത് അവിടെ താമസിക്കുന്നുണ്ട്, പുലി ഉണ്ട് നമുക്കറിയാം. ഉണ്ട് എന്നറിഞ്ഞപ്പോൾ ഉണ്ടായ പേടിയും, അവിടെ ചെന്നൊരു ദിവസം നമ്മൾ താമസിച്ച് രാവിലെ വാതിൽ തുറന്നു നോക്കിയപ്പോൾ മുന്നിൽ പുലി നിൽക്കുകയാണ്. ആദ്യത്തതും പേടിയാണ്, രണ്ടാമത്തതും പേടിയാണ് അല്ലേ? രണ്ടും ഒന്നാണോ? അല്ല. രണ്ടിലും മനുഷ്യന്റെ ശാരീരികവും മാനസികവുമായ അവസ്ഥക്ക് മാറ്റം ഉണ്ടാവും, ഉറപ്പല്ലേ? അവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ നമ്മൾക്ക് പേടി തോന്നിയെന്നല്ലാതെ നമ്മൾ കരയുക അല്ലെങ്കിൽ ബേജാറാകുക അട്ടഹാസിക്കൊന്നും ചെയ്തിട്ടില്ല അല്ലേ? മുന്നിലാണ്ട് കണ്ടപ്പോൾ അട്ടഹാസം ഉണ്ടാവും, കരച്ചിലുണ്ടാവും, 1, 2 ഒക്കെ നടന്നിട്ടുണ്ടാവും. ചിലപ്പോൾ ബോധം കെട്ടി വീണിട്ടുണ്ടാവും. ഉണ്ടാവൂലേ? കരഞ്ഞിട്ടുണ്ടാവൂലേ? നിലവിളിച്ചിട്ടുണ്ടാവൂലേ? ഉണ്ടാവും. ഇത് രണ്ടും വ്യത്യാസമുണ്ട്. ഇതാണ് ഇവിടെ അള്ളാഹ് ഒരേ കാര്യം 2 തവണ പറഞ്ഞത്. 1 സത്യമാണ് ഇറങ്ങിയത്, 2 സത്യമാണെന്ന് ബോധ്യപ്പെടണം. ബാക്കി വമാ അർസൽനാക, നിന്നെ നാം റസൂലാക്കിയിട്ടില്ല, ഇല്ലാ മുബശ്ശിറൻ വ നദീറ, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കുന്നവനും നരകത്തെ കൊണ്ട് താക്കീത് ചെയ്യുന്നവനുമായിട്ടുള്ള മുബശ്ശിറും നദീറുമായിട്ടാണ് താങ്കളെ നാം റിസാലത്ത് നൽകി വിട്ടിട്ടുള്ളത്. അപ്പൊ ഈ റിസാലത്ത് എന്താണ്? ബലാഗ് എന്താണ്? മുർസലീങ്ങൾക്കുള്ള ദൗത്യം എന്താണ്? സ്വർഗമുണ്ട്, അത് അറിയിച്ചു കൊടുക്കുക. ജീവിച്ചാൽ, സൂക്ഷ്മതയോടെ ജീവിച്ചാൽ ഒന്നും നഷ്ടപ്പെടാനില്ല, മരണത്തിന് ശേഷം സ്വർഗം കിട്ടും. എന്നാൽ ഇവിടെ ലക്ഷ്യമില്ലാതെ ജീവിച്ചാൽ മരണത്തിന് ശേഷം നരകം തന്നെയാണ്.
മനുഷ്യൻ എന്ന യുദാത്തമായ സൃഷ്ടി വെറുതെ അങ്ങോട്ട് കുറേ കാലം ജീവിച്ചിട്ട് തോന്നിയ മാതിരി ജീവിച്ച് അന്ന് മരിച്ചുപോയി ഇതോടുകൂടി തീർന്നു എന്ന് വിചാരിക്കണ്ട. പടച്ചവൻ അങ്ങനെ ഒരു സൃഷ്ടിയായിട്ടല്ല മനുഷ്യനെ പടച്ചവൻ. ഇവിടെ ഉറുമ്പുണ്ട്, തേനീച്ചയുണ്ട്, പല വസ്തുക്കളും, ഒരുപാട് ജന്തുജാലങ്ങൾ, ജീവജാലങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ അല്ലല്ല മനുഷ്യനെ പടച്ചത്. മനുഷ്യനെ പടച്ചതിന് പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. സാധാരണ ഒരു ജന്തു ഒരു ഇല മരത്തുനിന്ന് കൊഴിഞ്ഞ് അതിങ്ങനെ മണ്ണോട് ചേർന്ന് വളമാകണ മാതിരി ഭൂമിക്ക് വളമാകാൻ സൃഷ്ടിച്ച കേവലം ഒരു സൃഷ്ടിയാണ് മനുഷ്യനെന്ന് നമുക്ക് ഈ ബുദ്ധിയും തലച്ചോറൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നുവെങ്കിൽ ഇപ്പറഞ്ഞ വസ്തുക്കളെക്കാളൊക്കെ മോശം നമ്മൾ. അതിനൊന്നും ഇല്ലാത്തൊരു സംഗതി നമുക്കുണ്ടല്ലോ, അത് നമുക്കില്ല എന്നർത്ഥം. അത് ചിന്തിക്കാനും മനസ്സിലാക്കാനും കൂടുതൽ ബുദ്ധി ഒന്നും ആവശ്യമില്ല. ഇതാണ് അള്ളാഹു പറഞ്ഞത്. ഇനി ബാക്കി അപ്പൊ എന്താണ് ഖുർആനെ പറ്റി അള്ളാഹ് പറഞ്ഞത് അല്ലേ? ഇനി രണ്ടാമതും പറയാണ്. ശരി, എങ്കിൽ ഇത് ബോധ്യപ്പെടാൻ എന്ത് വേണം? നേരത്തെ കേട്ടോളൂ, പുലിയുണ്ട് എന്ന അറിവ്, സ്വർഗം നരകമൊക്കെ ഉണ്ട് എന്നുള്ള അറിവ് എന്തായി നമ്മൾ കേൾക്കുന്നു അല്ലെ? ഇനി നമ്മളെ മുന്നിൽ ഇത് കാണുകയാണ്, ബോധ്യപ്പെടുകയാണ്. അതിന് ഖുർആൻ വേണം, ഖുർആൻ മുന്നിൽ വേണം. ഖുർആനിൽ നമ്മൾ കാണണം, ഖുർആനിൽ നമ്മൾ കാണണം. സ്വർഗത്തെക്കുറിച്ച് അല്ല ഖുർആനിൽ പറയാണ്, നരകത്തെക്കുറിച്ച് അല്ല ഖുർആനിൽ പറയാണ്, മരണത്തിന് ശേഷം കാണാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ഇവിടുന്ന് അള്ള മുൻകൂട്ടി പറഞ്ഞു തരികയാണ്. അപ്പൊ അത് കാണേണ്ടത് എവിടുന്ന? ഒരു ഉൾക്കണ്ണോടുകൂടി അത് കാണണം. വഖുർആനൻ, കേട്ടോളൂ, വഖുർആനൻ, ഒരു ഖുർആൻ. ഫറഖിനാഹു, നാം അതിനെ പല ഭാഗങ്ങളാക്കി. ശരിക്കും ശ്രദ്ധിക്കണേ, നിങ്ങൾക്ക് ഇത് ആൾക്കാർക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഖുർആൻ എങ്ങനെ ബോധ്യപ്പെടണം, എങ്ങനെ പഠിക്കുമ്പോഴാണ് ബോധ്യപ്പെടുക? ഖുർആനിനെ നാം പല ഭാഗങ്ങളാക്കി. എന്തിനിൽ? തഖ്റഅഹു അലന്നാസി, നീ ജനങ്ങൾക്ക് അത് വായിച്ച് കേൾപ്പിക്കാൻ വേണ്ടി. അലാ മുക്തിൻ, സാവകാശം. മുക്സിറാല് സാവകാശം. കുറേശ്ശെ ജനങ്ങൾക്കത് ഓതി പഠിപ്പിക്കാൻ വേണ്ടി ഖുർആനിനെ നാം പല ഭാഗങ്ങളാക്കി മാറ്റി. എങ്ങനെയുണ്ട്? എങ്ങനെയാണ് പഠിക്കേണ്ടത്? ഖുർആനിനെ പല ഭാഗങ്ങളാക്കി. എന്തിന്? സാവകാശം ജനങ്ങൾക്കത് ഓതി കൊടുത്ത് അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ 23 കൊല്ലം, സുദീർഘമായ 23 കൊല്ലം കൊണ്ടാണ് റസൂലുള്ള സ്വഹാബത്തിന് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തത്. ഒരു സ്വഹാബിയും ഖുർആൻ പഠിക്കാത്തതില്ല. അതുകൊണ്ടാണ് അവർ ഖൈറു ഉമ്മത്തായത്. നമ്മളോ? ഖുർആൻ ഇറങ്ങി, ഖുർആൻ 23 കൊല്ലം കൊണ്ട് ഖുർആൻ പൂർത്തിയായി, റസൂലുള്ള മരിച്ചു. റസൂലുള്ള വഫാത്താകുമ്പോൾ വഫാത്തായതിനു ശേഷം ജനിച്ചോലാരും സഹാബിയല്ല. നബി വഫാത്തായതിനു ശേഷം ജനിച്ചോലാരും ആരല്ല? സ്വഹാബിയല്ല. സ്വഹാബികൾ നബിനെ കാണണം, നബി ഉള്ള കാലത്ത് ജീവിച്ചിരിക്കണം. അന്ന് വിവേകമുള്ള വലുതായ ഒരു മനുഷ്യന് പഠിക്കാനും ഒക്കെയുള്ള പാകത്തിൽ വളർന്ന പ്രായമെത്തിയ ഒരാളും, അത് കുട്ടികളാകട്ടെ വലിയവരാകട്ടെ, ഖുർആൻ പഠിക്കാത്തവരായി ആരും ഉണ്ടായിരുന്നില്ല. നമുക്കുള്ള അപജയം അതുതന്നെയാണ്. അപ്പൊ നമ്മളിപ്പോൾ ചെയ്യുന്ന ദൗത്യം എന്താണ്? ഈ പറഞ്ഞ ആയത്താണ്. കുറേശ്ശെ ജനങ്ങൾക്ക് സാവകാശം ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണല്ല മുസ്ലിം. ഇനി ബാക്കി വനസ്സൽനാഹു തൻസീല, അതിന് നാം ക്രമേണയായി ഇറക്കുകയും ചെയ്തു. കുറേശ്ശെയായിട്ട് ഖുർആൻ ഇറക്കി. മൂസാ നബിക്ക് അള്ളാഹ് എന്താ ചെയ്തത്? കിതാബാണ്ട് കൊടുക്കുക ചെയ്തത്. എന്നിട്ട് ബാന്ന് പറഞ്ഞ് തൂരിസനാന്റെ മേലേക്ക് കൊണ്ടുപോയിട്ട് കിതാബ് കൊടുത്തു. റസൂലുള്ളാഹിക്ക് അങ്ങനെ കൊടുത്തില്ല. ബാക്കി ഖുൽ പറയുക, ആമിനു ബിഹി, നിങ്ങൾ അതിൽ വിശ്വസിക്കുക. ഔലാ തുഅ്മിനു, വിശ്വസിക്കാതിരിക്കുക. നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചോ, അത് രണ്ടും നിങ്ങൾക്ക് ചെയ്യാം. വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ രണ്ടാണെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ, നിങ്ങളതിൽ ഏതിലാ പെടുന്നത്? ഏതിൽ പെട്ടാലും കുൽ പറയുക, ഇന്നല്ലദീന ഊത്തുൽ ഇൽമ മിൻ ഖബലിഹി, മുമ്പേ ഇൽമ കിട്ടിയ ആൾക്കാർ, മുമ്പേ ഇൽമ അറിവ് കിട്ടിയ ആളുകള്, ഇദാ യുത്ല അലൈഹിം, അവർക്ക് അത് ഓതിക്കേൾപ്പിക്കപ്പെടുമ്പോൾ യഖിറൂന ലിൽ അദ്കാനി സുജ്ജദാ, അവർ നാട്ടക്കുത്തി സുജൂദിൽ അവർ വീഴും. സജദന്റെ തിലാവത്തിന്റെ സുജൂദ് വേറെ, അതിനപ്പുറം അതിന് വേറെയും വരാൻ പോകുന്നുണ്ട്. അവരുടെ തല താഴും, അവർ റബ്ബിന്റെ മുന്നിൽ സാഷ്ടാംഗം ചെയ്യും. അതവർ അംഗീകരിക്കും, അതവർ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കും. കാരണം ആ സത്യം അവർക്ക് ബോധ്യപ്പെടുകയാണ്. ബാക്കി വായിക്കേ. വയഖൂലൂന, അവര് പറയും. എന്താ പറയാ? സുബ്ഹാന റബ്ബിന, ഞങ്ങൾ റബ്ബത്ര പരിശുദ്ധനാണ്.
ഇൻകാന വഅദു റബ്ബിനാ ലമഫ്ഊല, ഞങ്ങളെ റബ്ബിന്റെ വാഗ്ദാനം നടപ്പിൽ വരിക തന്നെ ചെയ്യും. എന്താണോ വാഗ്ദാനം അത് നടപ്പിൽ വരും, അതിൽ യാതൊരു സംശയമില്ല എന്നവർ പറയുകയും ചെയ്യും. അപ്പോൾ തിലാവത്തിൻ്റെ സുജൂദിൽ അവർ വീണിട്ട് പറയുന്നൊരു വാക്കാണെന്ത്? സാധാരണ റുക്കൂയിൽ നമ്മൾ എന്താ പറയാ? സുബ്ഹാന റബ്ബി അൽ അളീം. സുജൂദിൽ സുബ്ഹാന റബ്ബി അൽ അളീം അല്ലെ? തിലാവത്തിന്റെ സുജൂദിന് സുബ്ഹാനന്നോട് തുടക്കം. സുബ്ഹാന റബ്ബിന ഇൻകാന വഅദു റബ്ബിന ലമഫ്ഊല, നടപ്പിൽ വരിക. അതൊരു ബോധ്യപ്പെടലാണ്. ആ സാഷ്ടാംഗം ചെയ്ത് അത് ബോധ്യപ്പെട്ടുകൊണ്ട് അവർ പറയും. ബാക്കി വയഖിറൂനലിൽ അദ്കാൻ, അവർ നാട്ടകുത്തി വീഴുന്നു പറഞ്ഞില്ലേ? യബ്കൂന, അവർ കരയും. യബ്കൂന, അവർ കരയും. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ഒരുപാട് കാലം സുജൂദിൽ വീഴുക അല്ലെ? നമ്മളൊന്നും കണ്ണിന്ന് കണ്ണീരൊന്നും വന്നിട്ടില്ല. കാരണം എന്താണ്? അത് തട്ടിയ ആളുകൾക്ക്, അത് ബോധ്യപ്പെട്ട ആളുകൾക്ക് ഒരു കണ്ണീര് വരും. അവർക്കൊരു നൊമ്പർ, അവരുടെ ഹൃദയത്തിനൊരു പെടക്കൽ ഉണ്ടാകും, ഒരു വേദന ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. എന്തുകൊണ്ട്? അത് ഉള്ളിലേക്ക് എത്താത്തത് കൊണ്ടാണ് ഇതൊന്നും ഇല്ലാത്തത്. യബുക്കൂന, അവർ കരയും. ബാക്കി വയസീദുഹും ഖുശൂഅ, അവർക്ക് ഖുശൂ വർദ്ധിക്കും, പേടി വർദ്ധിക്കും, ഖുശൂ വർദ്ധിക്കും. അത് കൂടിക്കൂടി വരും. പടച്ചോനെ മരിക്കണല്ലോ, പരലോകം ഉണ്ടല്ലോ, ഒരു യാത്ര പോകണല്ലോ, ഈ ചിന്ത ഇങ്ങനെ മനസ്സിൽ വരും. നമ്മൾ ആയുസ്സിന്ന് ഒരു വർഷം കൊഴിഞ്ഞു അല്ലേ? ഇന്ന് മുഹറം 3 മുഹറം ഒരു പുതുവർഷത്തിന്റെ തുടക്കമാണ്, അറിയാലോ. ആയുസ്സിൽ നിന്ന് ഒരു വർഷം കൊഴിഞ്ഞു പോയി. നമുക്ക് അള്ളാഹു നിശ്ചയിച്ച ഒരു വയസ്സ് കുറഞ്ഞു എന്നർത്ഥം. പുതുവത്സരങ്ങൾ ആൾക്കാർ ആഘോഷിക്കുക ചെയ്യുക. പുതുവത്സരങ്ങൾ ആഘോഷിക്കാല്ല. നമ്മളെ പുതുവത്സരം ഏതല്ല? ജനുവരി ഒന്നല്ല. നമുക്കുള്ള ആയുസ് ജനുവരി ഫെബ്രുവരി എന്ന് വിചാരിക്കണ്ട. ക്രിസ്തുവർഷമല്ല. നമ്മളെ ആയുസ് അള്ളാഹ് നിശ്ചയിച്ച 63 വയസ്സുണ്ടെങ്കിൽ ആ 63 ഏതായിരിക്കും? ഇതാണ് അറബി മാസമാണ്. അള്ളാഹിന്റെ അടുക്കലുള്ള മാസം അറബിയാണ്. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖ സമാവാതി വൽ അർദ്. ആകാശഭൂമികളെ പടച്ച നാൾ മുതൽ മിൻഹാ അർബഅത്ത്, അതിൽ 4 പവിത്രമാണ്. അതിൽ ഒന്നാണ് മുഹറം, പവിത്രമായ മാസം. നമ്മളെ സമൂഹത്തിന്റെ അവസ്ഥ എന്താ അറിയങ്ങൾ? പവിത്രമായ മാസത്തെ ലക്ഷണം കെട്ട മാസാക്കി, നഹസിന്റെ മാസാക്കി. ഒരു നല്ല കാര്യം ചെയ്യാൻ പാടില്ലാതാ നമ്മളെ ആൾക്കാർ പഠിപ്പിച്ചത്. നമ്മുടെ സമൂഹത്തിലെ കാഴ്ചപ്പാടതാ. നിങ്ങൾക്കറിയോ മുഹറത്തിനെ പറ്റി റസൂൽ പറഞ്ഞ വാക്കെന്താ അറിയോ? ആ ഒരൊറ്റ വാക്ക് മതി കാര്യം പഠിക്കാൻ. ഒറ്റ വാക്ക് മതി, കൂടുതലൊന്നും വേണ്ട. എല്ലാ മാസവും ആരുതാ? അള്ളാൻ്റെതല്ലേ? എല്ലാ മാസവും അള്ളാൻ്റെതാ. പക്ഷെ മുഹറമിനെ പറ്റി റസൂൽ പ്രത്യേകം പറ, ഷഹ്റുല്ലാഹിൽ മുഹറം. എന്താ പറഞ്ഞത്? ഷഹ്റുല്ലാഹിൽ മുഹറം, അള്ളാഹുവിൻ്റെ മുഹറമായ പവിത്രമായ മാസം, അള്ളാഹിൻ്റെ പവിത്രമായ മാസം. ആ മാസത്തെയാണ് ജനങ്ങൾ ലക്ഷണം കെട്ട ഒരു നല്ല കാര്യം ചെയ്യാൻ പറ്റാത്ത നഹസിന്റെ മാസാക്കിയിട്ട് മാറ്റിയത്. സ്വഹാബികൾ കണക്കാക്കിയിട്ടില്ല, റസൂല പഠിപ്പിച്ചിട്ടില്ല, ആരും പഠിപ്പിച്ചിട്ടില്ല. അത് നമ്മളെ നാട്ടിൽ പിൽക്കാലത്ത് ആൾക്കാരുണ്ടാക്കിയതാണ്. മുഹറം 10 കഴിയാതെ കല്യാണമില്ല, സൽക്കാരമില്ല, ബാക്കിയുള്ള കാര്യങ്ങളില്ല, ഒന്നുമില്ല. അങ്ങനെ ലക്ഷണം കെട്ട മാസാക്കി മാറ്റി നമ്മൾ. എന്താണ് മുഹറം? മുഹറം എന്ന് പറഞ്ഞാൽ നമ്മൾ ആയുസ്സൊന്ന് കുറഞ്ഞു, ഇനി നമ്മൾ ചിന്തിക്കുക, അടുത്തു, മരണത്തിലേക്ക് കൂടുതൽ അടുത്തു എന്ന് ചിന്തിക്കുക. നമ്മൾ ആരാദ്യം പോകുമെന്ന് അറിയില്ല. എൻ്റെ ഉമ്മാൻ്റെ നേരെ ജ്യേഷ്ഠത്തിയുടെ ഒരു മകൻ കഴിഞ്ഞ ദിവസം മരിച്ചു. എൻ്റെ മുത്തമ്മൻ്റെ മകൻ മരിച്ചു. എന്നെക്കാൾ 2-3 വയസ്സ് കൂടുതലുണ്ട്. അദ്ദേഹം മരിക്കുമ്പോൾ ആ മരണത്തിലൊരു പ്രത്യേകത ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറയണത്, എൻ്റെ ഉമ്മൻ്റെ ഒരു ആങ്ങളുണ്ട്. ആ ആങ്ങളയുടെ ഒരു മകൻ കുറച്ചു നേരം ഗൾഫിലേക്ക് നാട്ടിൽ വന്ന് കിഡ്നിയൊക്കെ പോയി ഏകദേശം ഒരു ജീവിതത്തിൻ്റെ അവസാനം എൻഡിലെത്തി നിൽക്കുകയാണ്. അപ്പോൾ ഡെയിലി ഡയാലിസിസിനൊക്കെ കൊണ്ടുവരലൊക്കെ ഇപ്പം മരിച്ച അത് നല്ല ആരോഗ്യമുള്ള ആളാണ്. മറ്റേ ആളേക്കാൾ 2 വയസ്സ് കൂടുതലുണ്ട്. പക്ഷേ ഒരു 10-35 വയസ്സിൽ ചെറുപ്പക്കാരൻ്റെ ശരീരം ബോഡിയൊക്കെയാണ്. ഷാറാ ഓട്ടോറിക്ഷ ഡ്രൈവറാ. ഇദ്ദേഹമാണ് ഇദ്ദേഹത്തെ ഡയാലിസിസിനൊക്കെ ആശുപത്രിക്കൊക്കെ കൊണ്ടുപോയാൽ. അപ്പോൾ ഇദ്ദേഹം എപ്പോഴും നമ്മളോടൊക്കെ ആശങ്കപ്പെടുന്ന ഒരു സംഗതി എന്താ അറിയോ? ഈ സാധാരണ ഈ ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകേണ്ട ഓൻ്റെ ആയുസിനെ കുറിച്ചാണ്, ഓൻ്റെ കുടുംബത്തെക്കുറിച്ചും കയറി വീടൊക്കെ വിറ്റ് സ്ഥലമൊക്കെ വിറ്റ് ഒന്നുമില്ല, എല്ലാം ചികിത്സിച്ച് എല്ലാം ഗൾഫിൽ നിന്ന് ഉണ്ടാക്കിയതൊക്കെ കഴിഞ്ഞ് ഒന്നും ബാക്കിയില്ല. ഇപ്പം കട. ഇനി അങ്ങനെയൊക്കെ വിറ്റിട്ടും കാശ് ചെലവാക്കിയിട്ടും കടം വാങ്ങിയിട്ടും എത്ര കാലം ആയുസ് ഉണ്ടാവും പറയാൻ പറ്റില്ല. തിന്നാൻ വയ്യ, കുടിക്കാൻ വയ്യ, ഒരു ദിവസം വെള്ളം കുടിക്കണേ ലിമിറ്റ് ഉണ്ട്, ഭക്ഷണം കഴിക്കുന്ന ലിമിറ്റ് ഉണ്ട്, എല്ലാ കാര്യങ്ങൾക്കും. അപ്പം ഇയാൾ സംസാരിക്കൽ സാധാരണ ആരായുസിനെ പറ്റിയാ? ഈ മറ്റാൾ ആയുസിനെ പറ്റിയാ. മേരിക്കുന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കി പിറ്റേ ദിവസം രാവിലെ തിരിച്ചു വരുമ്പോൾ ഓട്ടോറിക്ഷ മറിഞ്ഞിട്ട് ഇദ്ദേഹം മരിക്കുക.
ഈ കൊണ്ടുപോണ ആള്. മറ്റാൾ ആയുസിനെ പറ്റി ആശങ്കപ്പെട്ട ആൾ ആദ്യം മരിക്കണത്. എന്നിട്ട് ആ മയ്യത്ത് കാണാൻ വേണ്ടിയിട്ട് മേരിക്കുന്ന ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങിയിട്ട് വന്നിട്ട് ഈ കിഡ്നി രോഗിയായ ഈ അമ്മാവന്റെ മകൻ, മുത്തമ്മന്റെ മകന്റെ ബോഡി കണ്ടിട്ട് കെട്ടിപ്പിടിച്ച് കരണ രംഗം മനസ്സിന്ന് എത്ര കഴിച്ചിട്ട് പോണില്ല. എന്താ നമ്മളൊന്നും വിചാരിക്കുന്ന പോലെയല്ല നമ്മളൊന്നും കാര്യങ്ങൾ. എപ്പോഴാണ് നമുക്കൊരു നിശ്ചയം വെച്ചിട്ടുണ്ട്, ഒരു സമയമുണ്ട്. അതാണ് മുൻഗാമികൾ പറയും, ജനാസ ഇങ്ങനെ പോകുമ്പോൾ, ഒരു മയ്യത്ത് ഇങ്ങനെ ആൾക്കാർ ചോളിച്ച് പോകുമ്പോൾ മുൻഗാമികൾ പറയും, അതാ നാളത്തെ കുറേ മയ്യത്തുകൾ ഇന്നൊരു മയ്യത്തിനെ കൊണ്ടുവരുന്നത്, നാളത്തെ കുറേ മയ്യത്തുകൾ ഇന്നൊരു മയ്യത്തിനെ കൊണ്ടുവരുന്നത്. ഇതാണ് നമ്മളൊക്കെ അവസ്ഥ. അതുകൊണ്ടാണ് അള്ളാഹു തആല പറയുന്നത് അവർക്ക് ഖുശൂ വർദ്ധിക്കും, അവർക്ക് മനസ്സിലാ ഒരു ചിന്ത ഉണ്ടാകും. ഇത് ഖുർആന്റെ ബോധ്യപ്പെടണം. ബാക്കി നോക്കി, കുൽ നബിയ പറയുക, ഇദു അല്ലാഹ് വിളിച്ചോളേ. ഓരോ ആയത്തിന്റെയും ആശയം നിങ്ങൾ നോക്കി, നിങ്ങൾ അള്ളാഹ് വിളിച്ചോളേ. അവിദുർ റഹ്മാൻ, അല്ലെങ്കിൽ പരമകാരുണികനായ റഹ്മാനായ അള്ളാഹുവെ എന്ന് വിളിച്ചോളി. അയ്യമ്മാത്തത്, നിങ്ങൾ എന്ത് വിളിച്ചാലും ഫലഹുൽ അസ്മാഉൽ ഹുസ്ന, അവന് ഉദാത്തമായ നാമങ്ങളുണ്ട്. ആ നാമങ്ങളിൽ നിങ്ങൾക്ക് ഏത് നാമം വിളിച്ച് അള്ളാഹിനെ വിളിക്കാം. എപ്പോഴും പടച്ചോനെ വിളിക്കുക, പടച്ചോനെ എന്നുള്ള ഒരു ചിന്ത ഉണ്ടാവുക. അതാണ് പറഞ്ഞത്. കാരണം എവിടുക്കാൻ മടങ്ങി ചെല്ലാനുള്ളത്, അവിടേക്കാ മടങ്ങി ചെല്ലാനുള്ളത്. അവിടേക്ക് പോകേണ്ടവരാണെന്ന ബോധം അതുണ്ടാവണം. നോക്കൂ നിങ്ങൾ ബാക്കി. വലാ തജ്ഹിർ ബിസ്വലാത്തിക വലാ തുഖാഫിത്, നിസ്കാരം ഭയങ്കര ഉറക്കിയാക്കണ്ട, വളരെ പതുക്കിയാക്കണ്ട. വബ്തഗി ബൈന ദാലിക സബീല, അതിൻ്റെ അടിയിലുള്ള മാർഗം സ്വീകരിച്ചോന്ന്. എന്താണ് പറഞ്ഞതെന്നറിയോ? നിങ്ങൾ ഇതിന് തൊട്ട് മുമ്പുള്ള സൂറത്താണ് സൂറത്ത് അൽ കഹ്ഫ്. അൽ കഹ്ഫ് തുടങ്ങണത് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടാ. ഈ സൂറത്ത് നമ്മൾ വായിക്കുന്ന സൂറത്ത് ബനു ഇസ്രായേൽ, ഇത് തുടങ്ങുന്നത് സുബ്ഹാന പറഞ്ഞിട്ടാ, സുബ്ഹാനല്ലദീ, സുബ്ഹാനല്ലാഹ് പറഞ്ഞിട്ടാ. ഒന്ന് അൽഹംദുലില്ലാ പറഞ്ഞിട്ടാണ്, ഒന്ന് സുബ്ഹാനല്ലാഹ് പറഞ്ഞിട്ടാണ്. ഇനി ഇത് അവസാനിക്കുകയാണ്. നമ്മൾ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞു, നിസ്കാരത്തിൽ ഇതെല്ലാം വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. കുറേ ഉറക്കെ പറഞ്ഞിട്ട് നിസ്കരിക്കലും അല്ല, എന്നാൽ ഒന്നും മിണ്ടാതെ എങ്ങനെ മനസ്സിൽ വിചാരിച്ച് നിസ്കരിക്കുമല്ല വേണ്ടത്. പിന്നെ എങ്ങനെ വേണ്ടത്? പറയുന്നത് നമ്മൾ നമുക്ക് ബോധ്യം വേണം. ഉറക്കാക്കണ്ട, പതുക്കാക്കണ്ട എന്നുള്ള സൗണ്ട് മാത്രം കണക്കാക്കണ്ട. സൗണ്ട് മാത്രമല്ല ഇത്, മറിച്ച് നിസ്കാരത്തിൽ കുറെ ഒരാൾ ഭയങ്കര ഉറക്ക ഓതി നിസ്കരിക്കുകയാണ്, പക്ഷെ അയാൾക്ക് അതിന്റെ അർത്ഥമൊന്നും അറിയില്ല, ഒരു പ്രയോജനമില്ല. മനസ്സിലല്ലേ പറഞ്ഞേ? ഒരാൾ മനസ്സിലിങ്ങനെ വിചാരിച്ച് വേണ്ട, നാവ് കൊണ്ട് എന്ത് ചെയ്യണം? പറയണം. രണ്ടിന്റെ ഇടയിലുള്ള മാർഗം സ്വീകരിക്കാം. ഇനി ബാക്കി വഖുലിൽ ഹംദുലില്ലാ, അടുത്ത ആയത്ത് അൽഹംദുലില്ലാ എന്ന് പറയാ. അതാണ് വലില്ലാഹിൽ ഹംദ്. ശ്രദ്ധിക്കട്ടാ, വഖുലിൽ ഹംദുലില്ലാ എന്ന ജവാബ് എന്താ? വഖുലിൽ ഹംദുലില്ലാ, നിങ്ങൾ അൽഹംദുലില്ലാ എന്ന് പറയാ എന്ന് കൽപ്പന. അപ്പൊ നമ്മൾ അതന്നെ പറയണോ വേണ്ടേ? നമ്മൾ എന്താ ഉത്തരം? അല്ലാഹുവിനാണ് ലാ ഹംദ് എന്നല്ല പറയണ്ടേ. അത് അറബിയിൽ എങ്ങനെ പറയാ? ലില്ലാഹിൽ ഹംദ്. ഖുലിൽ ഹംദുലില്ലാ എന്നതിന്റെ ജവാബ് എന്താ? ലില്ലാഹിൽ ഹംദ്. ലില്ലാഹിൽ ഹംദ്. ആർക്കാണ് ആ സ്തുതി? നോക്കി, അല്ലദീ ലം യത്തഖിദു വലദൻ വലം യകുൽ ലഹു ശരീകുൻ ഫിൽ മുൽക്ക് വലം യകുൽ ലഹു വലിയ്യുൻ മിനൽ. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ ആശയ പറഞ്ഞത്. എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ? അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. ആ ആശയാണ് ലം ലം യത്തഖിദു വലദൻ, അള്ളാഹു സന്താനത്തെ സ്വീകരിച്ചിട്ടില്ല. വലം യകുൽ ലഹു ശരീകുൻ ഫിൽ മുൽക്ക്, അവന്റെ അധികാരത്തിൽ ഒരു പങ്കാളിയുമില്ല, പങ്കാളികളില്ലാത്ത, സന്താനമില്ലാത്ത. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു ഒഴികെ. വലം യകുൽ ലഹു ശരീകുൻ ഫിൽ മുൽക്ക് മിനദ്ദുല്ലി വലം യകുൽ ലഹു വലിയ്യുൻ മിനദ്ദുല്ലി, നിന്നതയിൽ സഹായിക്കാൻ ഒരു ആവശ്യമില്ല. മാനം കെട്ടിട്ട് ആ മാനക്കേട് നിന്ന് രക്ഷപ്പെടുത്താൻ ഒരാളുണ്ടാകുക, അതൊന്നും പടച്ചോനക്കുള്ളതല്ല, അതൊക്കെ മനുഷ്യന്മാർക്കുള്ളതാണ്. ഈ പറഞ്ഞതാണ് എന്ത്? ലാ ഇലാഹ ഇല്ലല്ലയുടെ ആശയം. അപ്പം അൽഹംദുലില്ലാ കിട്ടി, ലാ ഇലാഹ ഇല്ലല്ലാഹ് കിട്ടി. ഇനി എന്താ കിട്ടാനുള്ളത്? അല്ലാഹു അക്ബർ അല്ലേ? വകബ്ബിർഹു തക്ബീറ, വകബ്ബിർഹു അല്ലാഹു അക്ബർ എന്ന് നീ പ്രഖ്യാപിക്കുക. വകബ്ബിർഹു തക്ബീറ, നീ ഉറക്ക തക്ബീർ ചൊല്ലുക, അല്ലാഹു അക്ബർ എന്ന് പ്രഖ്യാപിക്കുക. അപ്പം അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇവിടുന്ന് അങ്ങോട്ടാ പോകേണ്ടത്. ഒരു സംഗതി അറബി ഭാഷയ്ക്ക് അങ്ങനെ പ്രത്യേകത ഉണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് പറയുമ്പോൾ ഉത്തരം ഇവിടുന്ന് അങ്ങോട്ടാ പോവുക. അത് അറബി ഭാഷന്റെ മാത്രം പ്രത്യേകതയാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഈ ആയത്തിൽ നമുക്ക് എന്ത് കിട്ടും? തക്ബീറിന്റെ ആശയം നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അപ്പൊ ഇത് എവിടുന്നാണ്? ആദ്യം ഖുർആനെ പറ്റി അള്ളാഹ് പറഞ്ഞിട്ട് ആ ഖുർആന്റെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നിട്ടാണ് അള്ളാഹു തആല ഈ കാര്യം
വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാ ഈ രൂപത്തിൽ ഖുർആൻ പഠിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് നമുക്കൊക്കെ ഉണ്ടാവണം. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് മരണം വരെ നിലനിർത്തി തരുമാറാവട്ടെ. ഈ ഖുർആനിന്റെ വെളിച്ചം, അള്ളാഹുവിന്റെ ഈ പ്രകാശം മരിക്കുന്നത് വരെ ആ പ്രകാശം ഒട്ടും കുറഞ്ഞു പോകാതെ, അത് കെട്ടുപോകാതെ, ഒട്ടും കുറഞ്ഞു പോകാതെ, ഒട്ടും കെട്ടുപോകാതെ, തീരെ കെട്ടുപോകാതെ മരിക്കുന്നത് വരെ ഈ പ്രകാശം നമ്മുടെ ഹൃദയത്തിൽ നിലനിന്ന് കിട്ടണം. അതിന് അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ തണലിലേക്ക് ചേർന്ന് നിന്ന് അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിലും പൊരുത്തത്തിലും ജീവിച്ചു മരിക്കുന്ന ആളുകളിൽ നമ്മളെയും നമ്മളെ മക്കളെയും നമ്മളെ കുടുംബത്തെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു അവൻ്റെ മഹത്തായ ഫദ്ല് കൊണ്ട്, ഔദാര്യം കൊണ്ട് നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി പെരുമാറാവട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. രോഗികളായ ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ട്. അള്ളാഹു രോഗശമനം പ്രദാനം ചെയ്യുമാറാവട്ടെ. ആശ്വാസവും സമാധാനവും പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.